നമസ്കാരം. കിഴക്കമ്പലം പൊയ്യക്കുന്നം മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രിയോടനുബന്ധിച്ച് മഹോത്സവം നടക്കുന്നു. പടിഞ്ഞാട്ട് ദർശനമുള്ള അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പൊയ്യക്കുന്നം മഹാദേവ ക്ഷേത്രം. വിശദീകരണവുമായി മേൽശാന്തി ശ്രീ ഉണ്ണിത്തിരുമേനി ജെ ടൈംസിനൊപ്പം ചേരുന്നു. പടിഞ്ഞാട്ട് ദർശനമുള്ള അപൂർവം ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് കിഴക്കമ്പലത്തെ ഈ പൊയ്യക്കുന്നം മഹാദേവ ക്ഷേത്രം. അതിശക്തമായിരിക്കുന്ന ഭഗവാന്റെ ആ തൃക്കണ്ണുകളോടുകൂടിയുള്ള ആ അനുഗ്രഹ കലയോടുകൂടിയിരിക്കുന്ന മഹാദേവനെ വന്ന് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ജീവിതത്തിൻ്റെ വിജയത്തിന് ഒരു അനുഗ്രഹം തന്നെയാണ് എന്ന് അനുഭവസ്ഥർ നമുക്ക് കാണിച്ചു തരുന്നു. ശിവരാത്രിയുടെ അനുബന്ധിച്ച് പുഷ്പാഭിഷേകമാണ് നടത്തപ്പെടുന്നത്. ഈ പുഷ്പാഭിഷേകത്തിൻ്റെ പ്രാധാന്യം എന്ത് എന്നാൽ അർജുനൻ പാശുപതാസ്ത്രത്തിനു വേണ്ടി മഹാദേവനെ തപസ് ചെയ്യുകയും അതിൽ സന്തുഷ്ടനായ ഭഗവാൻ കാട്ടാളരൂപനായിട്ട് അർജുനൻ്റെ മുന്നിൽ അവതരിക്കുകയും അത് മനസ്സിലാക്കാതെ അർജുനനും കാട്ടാളനും കൂടി ഘോരമായ യുദ്ധം നടത്തുകയും യുദ്ധത്തിൽ അർജുനൻ എയ്ത അമ്പുകളെല്ലാം മഹാദേവൻ്റെ പാദങ്ങളിൽ പുഷ്പങ്ങളായിട്ട് പരിണമിക്കുകയാണ് ചെയ്തത്. ഈ അസുലഭമായുള്ള ആ പാശുപതാസ്ത്രം ലഭിക്കുന്നതിനു വേണ്ടി അർജുനൻ ചെയ്ത ആ തപസ്സിൻ്റെ അതേ രീതിയിൽ നമ്മൾ ഈ പൊയ്യക്കുന്നം മഹാദേവ ക്ഷേത്രത്തിൽ വന്ന് ഈ ശിവരാത്രിയോട് അനുബന്ധിച്ച് നടക്കുന്ന പുഷ്പാഭിഷേകത്തിൽ പങ്കെടുക്കുകയും അവരവരുടെ ജന്മനക്ഷത്രങ്ങളും പേരും പറഞ്ഞ് പുഷ്പാഭിഷേകം നടത്തുകയാണെങ്കിൽ എല്ലാവിധ ജീവിത വിജയങ്ങൾക്കും എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് പൂർവികർ നമുക്ക് കാണിച്ചു തന്നുള്ളത്. അതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളും ശിവരാത്രി ദിനത്തിൽ നടത്തുന്ന ഈ പുഷ്പാഭിഷേകത്തിൽ പങ്കെടുത്ത് അനുഗ്രഹം വാങ്ങേണ്ടതാണ്. രണ്ടാം ദിവസമായ 16-ാം തീയതി തിങ്കളാഴ്ച അതിവിശിഷ്ടമായ ക്ഷീരധാരയാണ് നടത്തപ്പെടുന്നത്. ഈ ക്ഷീരധാരയുടെ പ്രത്യേകത എന്തെന്നാൽ ശരീരത്തിൽ വരുന്ന രക്തസംബന്ധമായുള്ള എല്ലാവിധ രോഗങ്ങൾ മാറുന്നതിനും അതിവിശിഷ്ടമായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. 3-ാം ദിവസം അഷ്ടാഭിഷേകമാണ് 17-ാം തീയതി ചൊവ്വാഴ്ച നടത്തപ്പെടുന്നത്. ദുരിതങ്ങൾ തീരുന്നതിനു വേണ്ടി അഷ്ടാഭിഷേക മഹാദേവന് നടത്തി പ്രാർത്ഥിക്കുന്നതും വളരെയധികം വിശേഷമായിട്ട് കരുതപ്പെടുന്നു. എല്ലാ ഭക്തജനങ്ങളും കിഴക്കമ്പലം പൊയ്യക്കുന്നം മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഈ വർഷത്തെ ശിവരാത്രിയോടനുബന്ധിച്ച് നടക്കുന്ന എല്ലാവിധ പൂജകളിലും പങ്കെടുത്ത് അനുഗ്രഹം വാങ്ങേണ്ടതാണ് എന്ന് പറയുന്നു. എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹിക്കുന്നു. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെ ടൈംസിനൊപ്പം സത്യൻ ചെങ്ങനാട്.